ഈ ഒരു വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ജനറൽ ഡിഗ്രിയും പ്രൊഫഷണൽ ഡിഗ്രിയും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കാരണം ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിക്കുന്നതാണ്, ഡിഗ്രിക്ക് പോകണോ, അപ്പോൾ BSc സുവോളജിക്ക് പോകണോ, കെമിസ്ട്രിക്ക് പോകണോ, അല്ലെങ്കിൽ ബോട്ടണിക്ക് പോകണോ, മാത്സിന് പോകണോ, അല്ലെങ്കിൽ BComന് പോകണോ, BBAക്ക് പോകണോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതുപോലത്തെ ജനറൽ ഡിഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി ബെറ്റർ ആണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയുന്നത്, ചിലപ്പോൾ തെറ്റുണ്ടാവാം, നിങ്ങൾ ക്ഷമിക്കുക. അതായത് ജനറൽ ഡിഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് പ്രൊഫഷണൽ ഡിഗ്രിയുമായിട്ട് ജനറൽ ഡിഗ്രി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ ബെറ്റർ എപ്പോഴും പ്രൊഫഷണൽ ഡിഗ്രിയാണ്. എങ്ങനത്തെ കുട്ടികൾക്ക്, അതാണ് ചോദ്യം. അതായത് ഒരു ജോബ് എത്രയും പെട്ടെന്ന് ഒരു 4 years 5 years കൊണ്ടൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലിയിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഒരു ജനറൽ ഡിഗ്രി +2 കഴിഞ്ഞതിന് ശേഷം ചെയ്യരുത്. കാരണം ജനറൽ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭൂരിഭാഗ സമയത്തും ഒരു 99% ഇതൊരു ലോങ് ടേം കരിയർ ഓഫർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ BSc ബോട്ടണി, സുവോളജി, കെമിസ്ട്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു ടീച്ചർ ആവാനുള്ള സമയം, അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മാറ്റം. ഇപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി, ഇപ്പോൾ BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സസോ, ഇപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ BCom അല്ലെങ്കിൽ BBA ഒക്കെ നോർമലി ഇപ്പോൾ കുട്ടികൾ സാധാരണ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോയി പഠിക്കുന്നതിലേറെ ബെറ്ററാണ് ഇതുപോലത്തെ കോഴ്സസ് പ്രൊഫഷണലി പഠിക്കുന്നത്. ഇപ്പോൾ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതുപോലത്തെ BCom, BBA, BCA പോലുള്ള പ്രോഗ്രാമുകൾക്ക് ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 1 വർഷത്തെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സസ് പൊതുവേ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് ഡിഗ്രിക്ക് ശേഷമാണ്. കാരണം എന്താ, ഡിഗ്രി കഴിഞ്ഞു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി, നോർമൽ ഡിഗ്രി കഴിഞ്ഞു, ജോലി കിട്ടുന്നില്ല, എന്തെങ്കിലും ജോലി പെട്ടെന്ന് സെറ്റാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പല കുട്ടികളും ഇതുപോലത്തെ ഷോർട്ട് ടേം കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് പ്രൊഫഷണൽ ആക്കി കൂടാ? അതായത് ഇപ്പോൾ BBA, BCom, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BBA കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞ ആൾക്കാർക്ക് പോലും ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ BCom കഴിഞ്ഞിട്ട് MCom കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ജോലി കിട്ടാൻ പ്രയാസമാണ്, BCA കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ജോലി കിട്ടാൻ കമ്പാരറ്റീവ്ലി പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബാച്ചിലർ ഡിഗ്രി സാധാരണ ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് കാര്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ പഠിക്കുന്നത് കുറച്ചും കൂടി ടെക്നിക്കലി എക്സ്പോഷർ കിട്ടുന്ന, കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് കോഴ്സസും സിലബസും കരിക്കുലവും ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമ്പസുകളിൽ പഠിക്കണം. എന്തുകൊണ്ടാണ് IIT അല്ലെങ്കിൽ NIT, IIIT അല്ലെങ്കിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള പ്രീമിയം കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൂടുതലും പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്? കാരണം അത് അത്രയും, അതായത് ഫിൽട്രേഷൻ, ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെയാണ് അങ്ങോട്ടേക്ക് കുട്ടികൾ എത്തുന്നത്. ശരിയല്ലേ? ഇപ്പോൾ IIT-ലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ JEE എക്സാം ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഒഴിവാക്കിയിട്ടാണ് സെലക്റ്റഡ് കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അവിടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ക്വാളിറ്റി സാധാരണ ഒരു ഡിഗ്രിക്ക് പോയാൽ ഉണ്ടാവുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാധാരണ BBAക്കോ BComനോ BScക്കോ, BSc ഇൻ സുവോളജി, ബോട്ടണി, എനി ഡിഗ്രി, സാധാരണ ഒരു ഡിഗ്രിക്ക് പോയാൽ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതേപോലെ IIT, NIT, IIIT അല്ലെന്നുണ്ടെങ്കിൽ CFTI, കുസാറ്റ് അല്ലെങ്കിൽ അമൃത പോലുള്ള സ്ഥാപനത്തിലൊന്നും കിട്ടൂല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കിട്ടൂല. അത് സ്വാഭാവികമായിട്ടുള്ള ലോജിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ സെലക്ട് ചെയ്യേണ്ടത് എന്താ, കുറച്ചും കൂടി ജോലി സാധ്യത ഉള്ള, എന്നാൽ പ്രൈവറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് മുടക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഇൻഡസ്ട്രിയിലോട്ട് പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഡസ്ട്രിയിലോട്ട് നമ്മളെ തള്ളിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പസുകൾ സെലക്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനത്തെ പ്രൈവറ്റ് ക്യാമ്പസുകൾ സെലക്ട് ചെയ്തിട്ട് വേണം പഠിക്കുക. അപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി, അല്ലെങ്കിൽ ചിന്മയ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി, അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ JSS യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി, രാമയ്യ, മണിപ്പാൽ പോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ പഠിച്ചാലും തെറ്റൊന്നുമില്ല. ഇതുപോലത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ BBA വിത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്, BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ്. പക്ഷേ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആഡ് ഓൺ പ്രോഗ്രാം എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തു എന്ന് കരുതിയിട്ടും കാര്യമില്ല. ഇത് പഠിച്ചിട്ട് ഇതിലൂടെ നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്കില്ലും കൂടി ആസ് എ പേഴ്സൺ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വേണം. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ബേസിക്കലി പറയാനുള്ളത്, എപ്പോഴും ഒരു ജനറൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിലേറെ എത്രയോ ബെറ്ററാണ്
ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ജനറൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആ ഒരു മേഖലയിൽ ഒരു കരിയർ ചെറുപ്പം മുതലേ, ഇപ്പോൾ BSc ബോട്ടണി സുവോളജി ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ബയോളജിയിൽ ഒരു ടീച്ചർ ആവണം, ആ കുട്ടി സ്വാഭാവികമായിട്ടും ബോട്ടണി സുവോളജി പഠിച്ചിരിക്കണം. അതല്ലാതെ കുട്ടിക്ക് പെട്ടെന്നൊരു ജോലി വേണം എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ജനറൽ ഡിഗ്രി എടുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം +2 കഴിഞ്ഞതിന് ശേഷം ഏതൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിലും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ. കാരണം വെറുതെ ഒരു സമയം കളഞ്ഞ് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പഠിക്കുന്നത് നമുക്ക് കരിയർ വൈസ് ആയിട്ട് എവിടെയെങ്കിലും ഇമ്പോർട്ടൻസ് അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ഇനി വരാൻ പോകുന്ന കാലത്ത് സ്കിൽ സെറ്റിനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത്. കാരണം ഇനി വരാൻ പോകുന്ന കാലത്ത് പണ്ടത്തെ പോലെ അല്ല. കാരണം നമുക്ക് എന്തെങ്കിലും പഠിച്ചു എന്ന് കരുതിയിട്ട് നമുക്കൊരു ജോലി കിട്ടണമെന്നില്ല. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ സ്കിൽ സെറ്റുകൾ ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ ഇനി വരാൻ പോകുന്ന കാലത്ത് പ്രൈവറ്റിൻ്റെ ലോകമാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റ് ആക്കി തുടങ്ങി, ഇപ്പോൾ എയർപോർട്ടുകൾ പ്രൈവറ്റ് ആക്കി തുടങ്ങി. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറൊക്കെ ഇനി ഫ്യൂച്ചറിൽ പതുക്കെ കുറഞ്ഞു വരും. അതിന് പകരം പ്രൈവറ്റ് ഏരിയകൾ കൂടി വരും. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ് ഇനി ഫ്യൂച്ചർ ഉള്ളത്. അപ്പോൾ അതുപോലത്തെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ ഒരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ സംശയങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം.